എങ്ങനെ നമുക്ക് റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ RASനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ് തിങ് ഈസ് ഡെയിലി ഇന്റൻഷൻ. അതായത് ഓരോ ദിവസവും എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ഒരു ഇന്റൻഷൻ വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അന്ന് ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അല്ലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഈ RAS നമ്മളിലേക്ക് കൊണ്ടുവന്ന് വരും അല്ലെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ ഇന്ന ഒരു കാര്യം, ഇന്ന് ഞാൻ എൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് തന്നെ ചെയ്യും, ഒട്ടും സ്ട്രെസ്ഫുൾ ആകാതെ അല്ലെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കാതെ ഞാൻ എനിക്ക് തന്നിട്ടുള്ള വർക്കുകളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുമെന്ന് ഉള്ള ഒരു ഇന്റൻഷൻ ഇന്ന് സെറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ നോട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാകും അന്നത്തെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് നമുക്കത് അന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വളരെ ശാന്തമായ രീതിയിലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമുക്കറിയാം നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉള്ളത്. ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം നമുക്ക് പതിയെ പതിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഡെയിലി ഇന്റൻഷൻ ഓരോ ദിവസവും സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കേണ്ടത്. വിഷ്വലൈസേഷൻ വിത്ത് ഇമോഷൻ. നമ്മുടെ ലൈഫിൽ നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം, അതായത് എവിടെയെങ്കിലും നമുക്കൊക്കെ കാണും ലൈഫിൽ എത്തിപ്പെടണം, ഇന്ന ഒരു കാര്യം നേടണം. ആ ഒരു കാര്യത്തെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, ഡെയിലി വിഷ്വലൈസ് ചെയ്യുക. അത് മനസ്സിൽ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുമായിട്ട് നമ്മൾ ഇമോഷൻസിനെ കണക്ട് ചെയ്യുക. അതായത് ഒരു പുതിയ വീട് വെക്കണം അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആ വണ്ടി നമ്മൾ വാങ്ങിക്കുന്നതും ആ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഉള്ള നമ്മളുടെ സന്തോഷം, അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ വീടിന്റെ ഓരോ മുറിയിലൂടെ നമ്മൾ പോകുന്നതും ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ആ കംപ്ലീറ്റ് ഫീലിങ്സോട് കൂടി നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ RASന് സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ സിഗ്നൽസ് കിട്ടാനായിട്ട് അത് സഹായിക്കും. അതിലൂടെ ഇതിനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അഫർമേഷൻ വിത്ത് ഫീലിംഗ്. പലപ്പോഴും പോസിറ്റീവ് അഫർമേഷൻ നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെയിലി പറയണമെന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത് അത്ര എഫക്റ്റീവായിട്ട് വരാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറുതെ എന്തോ ഒരു ജോലി ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചുമ്മാതെ എന്തോ ഒരു മന്ത്രം പറയുന്നത് പോലെ പറയുന്നത് കൊണ്ടാണ് പോസിറ്റീവ് അഫർമേഷൻസ് ഒന്നും നമ്മുടെ ലൈഫിൽ അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് വരാത്തത്. എങ്ങനെയാണ് ശരിക്കും ഈ അഫർമേഷൻ പറയുന്നത്? നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ ഓരോ വാക്കുകളും ആ ഒരു ഫീലിങ്സോട് കൂടി നമ്മൾ പറയുമ്പോഴാണ് ഈ അഫർമേഷൻസ് വർക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ സമൃദ്ധിയെ ആകർഷിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന വിജയങ്ങൾ നേടുകയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യമുള്ള കാര്യങ്ങൾ അതിനെ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഫീലിങ്സോട് കൂടി നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പറയുമ്പോഴാണ് അത് നമ്മളുടെ RASനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഏറ്റവും നല്ല ഒരു എക്സസൈസ് നമ്മുടെ RASന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഴുതാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. പലപ്പോഴും എഴുതുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മടിയുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു 3 മുതൽ ഒരു 5 വരെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള കാര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതാനായിട്ട് തയ്യാറാവുക. 2 നേരം എഴുതാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഒരു നേരം എഴുതി അടുത്ത ടൈമിൽ രാവിലെ എഴുതാം. വൈകിട്ട് നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കിട്ടിയ കാര്യങ്ങൾക്ക് നന്ദി പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കാൻ ശ്രമിക്കുക. അതായത് നന്ദി പറയുമ്പോൾ ജനറലൈസ് ചെയ്ത് എനിക്ക് എല്ലാവരെയും തന്നതിന്, എനിക്ക് നല്ലൊരു ഫാമിലി തന്നതിന് നന്ദി പറയുന്നത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ്നെസ് ഉള്ളത് എനിക്ക് നല്ല ഒരു ലൈഫ് പാർട്ട്ണറെ തന്നതിന്, ഇന്ന ക്വാളിറ്റീസ് ഉള്ള ലൈഫ് പാർട്ട്ണറെ തന്നതിന് നന്ദി പറയുന്നു. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് അത് നമ്മുടെ റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിൽ കൂടുതൽ എഫക്റ്റീവ്നെസ് കൊണ്ടുതരാൻ സഹായിക്കും. എലിമിനേറ്റ് നെഗറ്റീവ് പ്രോഗ്രാമിംഗ്. നമ്മളുടെയൊക്കെ ലൈഫ് എപ്പോഴും നല്ല രീതിയിൽ മുമ്പോട്ട് പോയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്ന വഴികളൊക്കെ പോസിറ്റീവായിട്ടുള്ളത് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതൊന്നും ആയിരിക്കണമെന്നില്ല. പലപ്പോഴും ഒരുപാട് ബിറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രോമ തരുന്ന കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയത് കൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ലൈഫിൽ നന്നായിട്ട് വരുന്നില്ല, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്നത്.
പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴും നമ്മുടെ RIS ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് ഭയം ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആങ്സൈറ്റി ഉള്ള വ്യക്തിയാണ് എങ്കിൽ, നമ്മൾ എപ്പോഴും, എനിക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും ഭയമാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ കോൺഫിഡന്റ് അല്ല എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ RIS ഫോക്കസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, നമ്മൾ മനഃപൂർവ്വം തന്നെ നമ്മളുടെ ഈ ഒരു ഫോക്കസിനെ റീഡയറക്റ്റ് ചെയ്തുകൊണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ആകുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഇംപ്രൂവ് ആകുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ശ്രദ്ധയോടെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ രീതിയിലായാലും സപ്പോർട്ടീവായിട്ട് സംസാരിക്കാൻ നമ്മൾ ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു എഫേർട്ട് ഇടണം. അതൊരിക്കലും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എപ്പോഴും ഡോമിനന്റ് ആയിട്ട് നമ്മളുടെയൊക്കെ ഉള്ളിൽ നിൽക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ഈ നെഗറ്റീവിനെ കൺവേർട്ട് ചെയ്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവുകൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ RIS കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. അങ്ങനെ സ്ലോലി നമ്മളിൽ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ലൈഫിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, അത് സക്സസ്ഫുൾ ആയ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം, അതല്ല നെഗറ്റീവും ഫെയിലിയേഴ്സും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇതിന്റെ എല്ലാം ഡിസിഷൻ ഇരിക്കുന്നത് നമ്മളിൽ തന്നെയാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രാക്ടീസുകൾ, അതായത് ഗ്രാറ്റിറ്റ്യൂഡും പോസിറ്റീവ് അഫർമേഷൻ, ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഇതൊക്കെ എത്രമാത്രം എഫക്റ്റീവ്നെസ് ഉണ്ട്, 1-2 ദിവസം പ്രാക്ടീസ് ചെയ്ത് നമുക്കൊക്കെ പൊതുവൊരു സംശയം, ഇതുകൊണ്ടൊക്കെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ, കുറേയേറെ മിത്തുകളല്ലേ ഇതെന്നൊക്കെ ഉള്ള ഒരു ചിന്തകളാണ് നമ്മളെ അലട്ടുന്നത്. പക്ഷെ നമ്മൾ ഓർക്കുക, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ RISനെ നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് റീപ്രോഗ്രാം ചെയ്ത് സക്സസിലേക്ക് നയിക്കണമെങ്കിൽ നമ്മളുടെ കോൺഷ്യസ് എഫേർട്ട് ഇട്ട് ഇതുപോലെയുള്ള ചെറിയ പ്രാക്ടീസുകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ മതിയാകും.